ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ വിശ്വാസമെന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളോടെല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 17-ലെയും 18-ലെയും തിരുവചനത്തിൽ കൂടി യഹൂദന്മാർക്കും യഹൂദേതരർക്കും ഒരുപോലെ മനസ്സിലാകുന്ന പാപപരിഹാരത്തിനായുള്ള യാഗത്തിൻ്റെ ചിത്രമാണ് അപ്പോസ്തലൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പാനീയയാഗമാകുവാൻ പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നുവെന്നത് തൻ്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. പഴയ നിയമ പൗരോഹിത്യത്തെയും യാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന വാക്കുകളാണ് യാഗം അർപ്പിക്കുക, ശുശ്രൂഷ, രക്തമൊഴിക്കുക മുതലായവ. ശുശ്രൂഷ എന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം ലിറ്റൂർഗിയ എന്നാണ്. ഇത് പൗരോഹിത്യ ധർമ്മം അനുഷ്ഠിക്കുന്നതിനെ കുറിക്കുന്നു. നെഹമ്യാവ് 10:36. പൗലോസ് നേരിടുവാൻ പോകുന്ന മരണത്തെ ഇവിടെ ദൃഷ്ടാന്തമായി ചിത്രീകരിക്കുകയാണ്. എന്നാൽ സന്തോഷത്തോടുകൂടി സ്വയം അർപ്പിക്കുന്നതിനുള്ള പൗലോസിൻ്റെ ഈ മനോഭാവം ഒരു ക്രിസ്ത്യാനിക്ക് മാതൃകയാണ്. വിശ്വാസത്തിനു വേണ്ടി ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതുപോലെ ഇന്ന് മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് റോമിലെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അന്ന് അവർ പൗലോസിൻ്റെ രക്തം കലാപത്തിൽ ഒഴുക്കിയ സമയത്ത് പുരോഹിതന്മാരായി വിശ്വാസമെന്ന യാഗം അർപ്പിച്ചു. ഇന്ന് റോമിൽ മരണമേൽക്കേണ്ടി വരികയാണെങ്കിൽ വിശ്വാസമെന്ന യാഗം അർപ്പിച്ചുകൊണ്ട് ഫിലിപ്പിയർ പൗലോസിനു വേണ്ടി നടത്തുന്ന ശുശ്രൂഷയിൽ തൻ്റെ രക്തസാക്ഷി മരണത്തിൻ്റെ രക്തം കൂടി ഒഴിക്കുമ്പോൾ അവരുടെ യാഗം പൂർണ്ണമാകുമെന്നാണ് വചനത്തിൽ കൂടി പ്രകടമാക്കുന്ന പ്രതീക്ഷ. പക്ഷേ അത് ഫിലിപ്പിയർക്കും പൗലോസിനും തന്നെയും സന്തോഷമായി തീരുമെന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ കാരണം അത് അവരുടെ രക്ഷയ്ക്ക് പ്രയോജനീഭവിക്കും എന്നത് തന്നെയാണ്. കാരാഗ്രഹത്തിലെ ബന്ധനങ്ങളെ മറന്ന് ക്രിസ്തുവിലുള്ള സന്തോഷാനുഭവത്തെ പ്രതിഫലിപ്പിക്കുന്ന പൗലോസിൻ്റെ ഈ വാക്കുകൾ വായനക്കാരിൽ ഉറപ്പും ധൈര്യവും പ്രത്യാശയും പകർന്നു കൊടുക്കുന്നു. കഷ്ടതകളെ പുഞ്ചിരിയോടെ നേരിടുന്ന ക്രിസ്തീയ ജീവിതം സുഗന്ധവാഹിയായ റോസാപ്പൂവാണ്. അതിൻ്റെ നറുമണം എല്ലാ ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിലും ഉണ്ടാവണം. എങ്കിലേ ആ സഹനത്തിലൂടെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുകയും നിത്യത അനുഭവിക്കുവാനും സാധിക്കൂ. നമ്മുടെ ജീവിത ലക്ഷ്യം ഈ ലോകമാകാതെ കർത്താവിനോടുകൂടി വസിക്കുവാൻ സാധിക്കുന്ന നിത്യഭവനമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.